നമസ്കാരം. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ആതിഥേയരായ മെക്സിക്കോയെ 2-3 ഗോളുകൾക്ക് കീഴടക്കി ഇംഗ്ലണ്ട് ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്തെങ്കിലും മത്സരശേഷമുള്ള ആഘോഷങ്ങൾ ഇംഗ്ലീഷ് ക്യാമ്പിൽ വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. മത്സരത്തിൽ കളിക്കാതിരുന്നിട്ടും ഇംഗ്ലണ്ടിന്റെ ആഘോഷങ്ങൾക്കിടയിൽ വീണ് കടുത്ത കൈത്തണ്ടക്കേറ്റ പരിക്കുമായി സീനിയർ മധ്യനിര താരം ജോർദാൻ ഹെൻഡേഴ്സണെ സ്ട്രെച്ചറിലാണ് സ്റ്റേഡിയത്തിന് പുറത്തേക്ക് കൊണ്ടുപോയത്. മത്സരശേഷമുള്ള നാടകീയ സംഭവങ്ങളും ഇംഗ്ലീഷ് ക്യാമ്പിലെ ആഭ്യന്തര രാഷ്ട്രീയവും ഈ വിജയത്തോടൊപ്പം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. മത്സരത്തിലുടനീളം ഇംഗ്ലീഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിലായിരുന്ന ഹെൻഡേഴ്സൺ കളി ജയിച്ചതിന് പിന്നാലെ സഹതാരങ്ങളോടൊപ്പം ആസ്റ്റക്കയിലെ ഇംഗ്ലീഷ് ആരാധകർക്ക് മുന്നിലേക്ക് ഓടിയെത്തിയിരുന്നു. ആരാധകർക്കൊപ്പം കൈകോർത്ത് വിജയഗാനങ്ങൾ ആലപിച്ച ശേഷം തിരികെ ഗ്രൗണ്ടിലേക്ക് കയറാൻ പരസ്യ ബോർഡുകൾക്ക് മുകളിലൂടെ ചാടുന്നതിനിടയിലാണ് 36-കാരനായ താരത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ട് മുഖം കുത്തി വീണത്. വീഴ്ചയുടെ ആഘാതത്തിൽ താരത്തിന്റെ കൈത്തണ്ടയ്ക്ക് കടുത്ത പരിക്കേൽക്കുകയായിരുന്നു. ഹെൻഡേഴ്സന്റെ പരിക്ക് അതീവ ഗുരുതരമാണെന്നാണ് ഇംഗ്ലീഷ് പരിശീലകൻ തോമസ് ടുഷേൽ മത്സരശേഷം വ്യക്തമാക്കിയത്. അത്ര നല്ല വാർത്തയല്ല ഉള്ളത്. ജോർദാന് വീഴ്ചയിൽ കൈത്തണ്ടയ്ക്കാണ് പരിക്കേറ്റത്. കാണുമ്പോൾ തന്നെ അത് വളരെ മോശം അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കാം എന്നാണ് തോമസ് ടുഷേൽ പറഞ്ഞത്. ഗ്രൗണ്ടിൽ വീണ് കിടന്ന താരത്തിന് ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായം നൽകേണ്ടി വന്നതും തുടർന്ന് അടിയന്തരമായ ആശുപത്രിയിലേക്ക് മാറ്റിയതും പരിക്കിന്റെ തീവ്രത വ്യക്തമാക്കുന്നു. ക്യാപ്റ്റൻ ഹാരി കെയ്നും ഇരട്ട ഗോൾ വീരൻ ജൂഡ് ബെല്ലിംഗ്ഹാമും ഹെൻഡേഴ്സന് പിന്തുണയുമായി രംഗത്തെത്തി. അവൻ അവിടെ വീണതാണ്, വലിയ കുഴപ്പമുണ്ടാകില്ലെന്ന് കരുതുന്നു, കെയ്ന് എന്തോ പറ്റിയിട്ടുണ്ടെന്നായിരുന്നു BBC അഭിമുഖത്തിൽ കെയ്നിന്റെ പ്രതികരണം. ഹെൻഡേഴ്സൺ കടുത്ത വേദനയിലാണെന്നും എന്നാൽ ഇംഗ്ലണ്ടിന്റെ മെഡിക്കൽ സംഘം കാര്യങ്ങൾ നിയന്ത്രണത്തിലാക്കിയിട്ടുണ്ടെന്നും ജൂഡ് ബെല്ലിംഗ്ഹാം കൂട്ടിച്ചേർത്തു. കൂടുതൽ വിവരങ്ങൾ അറിയില്ലെങ്കിൽ ടീം ഒന്നടങ്കം അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നത് മനോഹരമായ കാഴ്ചയാണെന്നും ജൂഡ് പറഞ്ഞു. മത്സരശേഷം മറ്റൊരു രസകരമായ സംഭവം അസ്റ്റക്കയിൽ അരങ്ങേറി. ഇംഗ്ലീഷ് ആരാധകർക്കൊപ്പം ചേർന്ന് പ്രശസ്തമായ വണ്ടർവോൾ ഗാനം ഉറക്കപ്പാടിയ ക്യാപ്റ്റൻ ഹാരി കെയ്ന് മത്സരശേഷമുള്ള BBC അഭിമുഖത്തിനിടെ സംസാരിക്കാൻ പോലുമാകാത്ത വിധം ശബ്ദം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. വളരെ വിചിത്രമായ രീതിയിൽ കട്ടപിടിച്ച ശബ്ദത്തിലാണ് കെയ്ൻ സംസാരിച്ചത്. ഇതൊരു ഭ്രാന്തൻ മത്സരമായിരുന്നു. റഫറി നമുക്കെതിരെ ഒട്ടനവധി തീരുമാനങ്ങൾ എടുത്തിട്ടും നമ്മൾ വഴി കണ്ടെത്തി. ആരാധകരുടെ പിന്തുണ വിശ്വസിക്കാനാവാത്തതാണ്. എനിക്ക് സംസാരിക്കാൻ പോലും ആകുന്നില്ല എന്നാണ് കെയ്ൻ പറഞ്ഞത്. ഈ ലോകകപ്പിൽ വെറും 6 മിനിറ്റ് മാത്രം കളിച്ച ഹെൻഡേഴ്സനെ തോമസ് ടുഷേൽ ടീമിൽ ഉൾപ്പെടുത്തിയത് വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു. കളിക്കളത്തിലെ പ്രകടനത്തെക്കാൾ ഡ്രസ്സിംഗ് റൂമിലെ നേതൃപാഠവും താരങ്ങളെ ഒന്നിപ്പിച്ചു നിർത്താനുള്ള ശേഷിയും പരിഗണിച്ചാണ് അദ്ദേഹത്തെ എടുത്തതെന്നായിരുന്നു ടുഷേലിന്റെ വാദം. ക്യാമ്പിലെ ഏറ്റവും തമാശക്കാരനായ വ്യക്തി ഹെൻഡേഴ്സൺ ആണെന്നും അദ്ദേഹത്തെക്കുറിച്ച് മണിക്കൂറുകളോളം സംസാരിക്കാൻ തനിക്കുണ്ടാകുമെന്നും ലെൻസ് ഡെൻ പോഡ്കാസ്റ്റിൽ ജൂഡ് ബെല്ലിംഗ്ഹാം ഹെൻഡേഴ്സനെ പ്രതിരോധിച്ച് സംസാരിച്ചിരുന്നു. എന്നാൽ കളിക്കളത്തിൽ ഇറങ്ങാത്തൊരു താരത്തെ പുകഴ്ത്താൻ യുവതാരങ്ങൾ രംഗത്തിറങ്ങുന്നത് ഫുട്ബോൾ അസോസിയേഷന്റെ ആസൂത്രിതമായൊരു പബ്ലിക് റിലേഷൻസ് സ്റ്റണ്ടാണെന്ന് മുൻ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോൺ ടെറി തുറന്നടിച്ചു. പിയേഴ്സ് മോർഗന്റെ ടോക്ക് ഷോയിൽ സംസാരിക്കവെയാണ് ടെറി തന്റെ അതൃപ്തി വ്യക്തമാക്കിയത്. യുവതാരങ്ങൾ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. ലോകമെമ്പാടും ഉയരുന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ ഫുട്ബോൾ അസോസിയേഷൻ തന്നെ താരങ്ങളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നതായി എനിക്ക് തോന്നി. തികച്ചും വിചിത്രമാണെന്നും ടെറി പറഞ്ഞു.